ഹായ്, വെൽക്കം ടു അക്യുഹിൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ അനുകൂലമായി മാറുന്നു? മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മൈൻഡ്ഫുൾനെസ്? ഏതൊരു കാര്യവും നമ്മുടെ മനസ്സാന്നിധ്യത്തോടെ പ്രവർത്തിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ എന്തൊക്കെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം കൊണ്ടുവരിക, നമ്മൾ ഒരു വിറ്റ്നസ്സായി മാറുക. ഈ രീതിയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി മൈൻഡ്ഫുൾനെസ് എങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് അനുകൂലമാകുന്നു, എങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നു, എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നത് എന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സുള്ള ഒരു വ്യക്തിയാണ്. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും ഇടയിൽ നിലനിൽക്കുന്നതും നമ്മുടെ ശരീരത്തെ ചുറ്റി നിലനിൽക്കുന്നതും ശരീരത്തിനപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ ഒരു ശക്തിയാണ്. നമ്മൾ ദിനേന പ്രവർത്തിക്കാറുണ്ട്. അത് മനസ്സാന്നിധ്യത്തോടെയാണോ, നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ടാണോ, അതോ ഒരു മെഷീന്റെ പോലെ നമ്മൾ അങ്ങനെ യാന്ത്രികമായി പ്രവർത്തിക്കുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ. മനസ്സാന്നിധ്യത്തോടെ പ്രവർത്തിക്കുന്നത് എന്തിനും നല്ല റിസൾട്ടുകൾ കിട്ടാറുണ്ട്. അതിലേക്ക് നമ്മുടെ പഞ്ചഭൂത ശക്തികൾ ഉണരാറും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും അതുപോലെ നമ്മുടെ എനർജിക്കൊക്കെ ശക്തി നൽകുന്നത് മനസ്സാന്നിധ്യമാണ്. മനസ്സാന്നിധ്യത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ അത് ജീവസുറ്റതായി മാറുന്നുള്ളൂ. എന്തിനും ജീവൻ നൽകുന്നത് നമ്മുടെ മനസ്സാന്നിധ്യമാണ്. ഒരു കാര്യം നമ്മൾ പ്രവർത്തിച്ചു എന്ന് തോന്നണമെങ്കിൽ അതിൽ നമ്മുടെ മനസ്സ് വേണം, അത് നമ്മൾ അനുഭവിക്കണം, അതുപോലെ അതിന് നമ്മൾ സാക്ഷിയാവുകയും വേണം. അപ്പോഴാണ് ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ഏതൊരു കാര്യത്തിൽ നമ്മൾ മുഴുകുമ്പോഴും അത് നമ്മുടെ ആരോഗ്യത്തിന് കൂടി ഗുണം ചെയ്യുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ രുചിയിലേക്കും ഗന്ധത്തിലേക്കും അതിനെ സ്പർശിച്ചുകൊണ്ടും നന്നായി ചവച്ചരച്ചുകൊണ്ട് അതിനെ ഫീൽ ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ക്വാളിറ്റി, അതായത് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് അത് നന്നായി തരുകയും അത് ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുകയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആന്തരിക അവയവങ്ങളെയും അത് ഉണർത്തിക്കൊണ്ട് തന്നെ അത് കൂടുതൽ നല്ല ശക്തിയോടെ പ്രവർത്തിച്ച് അതിൽ നിന്ന് നല്ലൊരു ഊർജം ശരീരത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. അതേപോലെ മൈൻഡ്ഫുൾനെസ് എങ്ങനെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കൊണ്ടുവരാം, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എങ്ങനെ നമ്മുടെ മൈൻഡ് അതിലേക്ക് കൊണ്ടുവരാം, അതുപോലെ മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ അത് ആ പ്രവൃത്തി എങ്ങനെ ക്വാളിറ്റി ഉള്ളതാവുന്നു എന്നാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഏതൊക്കെ തലമെന്ന് നോക്കാം. നമുക്ക് ശ്വാസത്തിൽ നിന്ന് തുടങ്ങാം. മൈൻഡ്ഫുൾ ബ്രീത്തിങ്. ഉദാഹരണം, നമ്മൾ ശ്വസിക്കുമ്പോൾ ആ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ അവിടെ ഒരു സാക്ഷിയായി മാറുകയാണ്, വിറ്റ്നസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു മെഡിറ്റേഷനായി മാറി, അത് കൂടുതൽ ക്വാളിറ്റി ഉള്ളതായി മാറി. അത് കാരണമായി ശരീരത്തിൽ ഒരുപാട് ഗുണം കിട്ടുന്ന രീതിയായി അത് മാറി. അതാണ് അതിൻ്റെ പ്രത്യേകത. മൈൻഡ്ഫുൾ വാക്കിംഗ്. നമ്മൾ സാധാ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ സ്റ്റെപ്പിലേക്കും ശ്രദ്ധിക്കുക, നമ്മുടെ ആക്ഷനുകളിലേക്ക് ശ്രദ്ധിക്കുക, ചുറ്റുപാടിലുള്ളതിലേക്ക് നമ്മൾ ഓരോന്നിലേക്ക് അതിൻ്റെ ആ രീതിയിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധ നമ്മൾ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ കാമായി മാറുകയും ആ ഒരു പ്രവൃത്തിയിൽ കൂടുതൽ ക്വാളിറ്റി കൊണ്ടുവരാനും അതും ഒരു മെഡിറ്റേഷനായി മാറാനും സാധ്യതയുണ്ട്. മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ സംസാരം മറ്റൊരാൾ കേൾക്കുകയും അതിനെ ആക്റ്റീവായി കേൾക്കുകയും കണ്ണിലേക്ക് നോക്കി സംസാരിക്കുകയും അതുപോലെ തന്നെ അയാൾ പറയുന്ന കാര്യം നമ്മൾ ക്ലിയറായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ വേറെ ഒരു ക്വാളിറ്റി കിട്ടാനുണ്ട്. അല്ലാതെ വെറുതെ യാന്ത്രികമായി കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പാഴ്വാക്കുകൾ പറയുമ്പോഴും അതുകൊണ്ടൊരു കാര്യവുമില്ല. നമ്മൾ പാഴ്വാക്കുകൾ പറയാതിരിക്കുക, ഊഹിച്ച് പറയാതിരിക്കുക, ഒരു കാര്യം വ്യക്തമായി സംസാരിക്കുക, നമ്മുടെ മെസ്സേജ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ കേൾക്കുമ്പോഴും മൈൻഡ്ഫുൾ ലിസണിങ്, മനസ്സാന്നിധ്യത്തോടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക. ഇതൊക്കെ അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും നമുക്ക്, ഉദാഹരണം, നമ്മൾ റീഡ് ചെയ്യുകയാണ്.
ഒരു കാര്യം റീഡ് ചെയ്യുമ്പോൾ അത് മനസ്സാന്നിധ്യത്തോടെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ല വെറുതെ നമ്മൾ യാന്ത്രികമായിട്ട് 100 തവണ റീഡ് ചെയ്താലും അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏതൊരു പ്രവൃത്തിയുടെയും ക്വാളിറ്റി മൈൻഡ്ഫുൾനെസ് കൊണ്ട് വർദ്ധിപ്പിക്കാം. പ്രവൃത്തിയുടെ ക്വാളിറ്റി മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ ക്വാളിറ്റിയും അതിലൂടെ വികസിച്ചു വരുന്നുണ്ട്. മൈൻഡ്ഫുൾ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സാന്നിധ്യത്തോടെ നമ്മുടെ മുമ്പിൽ വരുന്ന റോഡിലേക്കും ഒബ്സ്റ്റക്കിൾസിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നു. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ അത് സഹായിക്കുന്നു. ഇപ്പൊ ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതെന്താ വെച്ചാൽ അതിന് നമ്മൾ ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് ഡിസ്ട്രാക്ട് ആയാൽ തന്നെ എത്ര വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. മനുഷ്യന്റെ ജീവന് വിലയില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവനെയും അതുപോലെ മറ്റുള്ള ഒരുപാട് ജീവനുകളെയും അത് സംരക്ഷിക്കാൻ അത് സഹായമായി തീരുന്നു. മൈൻഡ്ഫുൾ ബാത്തിങ്, നമ്മൾ കുളിക്കുകയാണ്. കുളിക്കുമ്പോൾ പെട്ടെന്ന് കുളിച്ച് നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തകളിൽ ഒരു ധൃതി വെച്ച് ചെയ്യുമ്പോൾ അതിന് നമ്മൾക്ക് ഒരു ഫീലും കിട്ടുന്നില്ല. ഒരു കുളിച്ചു എന്നുള്ള ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ക്വാളിറ്റികളോ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് കുളിച്ചു നോക്കൂ. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വീഴുന്ന വെള്ളത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക, ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അങ്ങനെ കുളിക്കുമ്പോൾ ആ കുളിയുടെ ക്വാളിറ്റി ഒരു നല്ല രീതിയായി മാറുകയും ആ കുളി കാരണമായി കിട്ടേണ്ട പൂർണ്ണ ഗുണങ്ങളും കിട്ടുകയും നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമായി വരികയും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റികൾ ഉയർന്നു വരാൻ അത് കാരണമായി തരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് നമ്മുടെ മനസ്സാന്നിധ്യത്തോടെ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിച്ചു വരികയും ആരോഗ്യത്തിന്റെ ക്വാളിറ്റി വർദ്ധിച്ചു വരികയും നമ്മുടെ മനസ്സിന്റെ ക്വാളിറ്റി വർദ്ധിച്ചു വരികയും നമ്മൾ എപ്പോഴും ഒരു മെഡിറ്റേഷൻ എന്നുള്ള ഒരു രീതിയിൽ ഒരു സാക്ഷിഭാവമായി നിലകൊള്ളുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ ആത്മീയ തലത്തിനും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.